നമുക്ക് തുടങ്ങാം. നമുക്ക് മെയിനായിട്ട് ഇനി എന്താ പറയാ, ഈ ഇന്റൻസീവ് വാരിയബിൾസിന് അവിടെ നിന്ന് മുതലാണ് ഫസ്റ്റ്. ഇന്റൻസീവ് വാരിയബിൾസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഈ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം, അതായത് ജസ്റ്റ് അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയാം. എന്താണ് തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം? വാട്ട് ഇസ് തെർമൽ ഇക്വിലിബ്രിയം? എന്താ തെർമൽ ഇക്വിലിബ്രിയം? എന്താ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്താ തെർമൽ ഇക്വിലിബ്രിയം? ഈ തെർമൽ ഇക്വിലിബ്രിയം ചോദിക്കുകയാണെങ്കിൽ തന്നെ സെക്ഷൻ ബിയിലെ 2 മാർക്കിന് ഇതിന്റെ ഡെഫിനേഷൻ ആണ് ചോദിക്കുക. അപ്പൊ ആദ്യം തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ് പറയാം നമുക്ക്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എ എന്ന് പറയുന്നതും, അങ്ങനെ എ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. ഇതിന്റെ ടെമ്പറേച്ചർ ടി എ ആണ്, ഇതിന്റെ ടെമ്പറേച്ചർ ടി ബി ആണ്. ടി എ ഗ്രേറ്റർ ദാൻ ടി ബി ആണ് എങ്കിൽ, അതായത് ടെമ്പറേച്ചർ ഓഫ് ബോഡി എ ഗ്രേറ്റർ ദാൻ ടെമ്പറേച്ചർ ഓഫ് ബോഡി ബി ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ദ ഹീറ്റ് വിൽ ഫ്ലോ. ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം എ ടു ബി അല്ലേ? ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം എ ടു ബി ടിൽ ഏത് സമയം വരെ? ടിൽ ടി എ ഈസ് ഈക്വൽ ടു ടി ബി. അപ്പൊ ഇതാണ് എന്ത് തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എക്സാമിന് എങ്ങനെ എഴുതാം? തെർമൽ ഇക്വിലിബ്രിയം, ഒരു മിനിറ്റ് കേട്ടോ, എക്സാമിന് നമ്മൾ എങ്ങനെ എഴുതാം? തെർമൽ equilibrium specifies the state between two bodies. Specifies the state between two bodies where both bodies are having equal temperature. Temperature earlier the heat flows from hotter body to colder body. ഹോട്ടർ ബോഡിയിൽ നിന്ന് കോൾഡർ ബോഡിയിൽ, അല്ലെങ്കിൽ ഇതല്ലാണ്ട് വേറൊരു എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ഡെഫിനേഷൻ നിങ്ങൾ പറയുമോ? ഹോട്ടർ ബോഡി ടു കോൾഡർ ബോഡി. ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ ഭാഗങ്ങള്? ഇതല്ലാണ്ട് എന്താണ് വേറൊരു ഡെഫിനേഷനും കൂടി ഉണ്ട്. ആ വേറൊരു ഡെഫിനേഷൻ ഇതാണ് പറയുന്നത്. ദ ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ടർ ബോഡി ടു, ഒരു മിനിറ്റ് കേട്ടോ, ദ ഹീറ്റ് ഫ്ലോസ് ഫ്രം hotter body to colder body till the temperature is equal. Equals in both bodies. അപ്പോ ഈ ഡെഫിനിഷനോ നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ? നമുക്ക് തെർമോ ഡൈനാമിക്കൽ ഇക്വിലിബ്രിയം പറയേണ്ട ആവശ്യമുണ്ട് അല്ലേ? തെർമോ ഡൈനാമിക്കൽ ഇക്വിലിബ്രിയവും തെർമൽ ഇക്വിലിബ്രിയം. അതായത് തെർമോ ഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം തെർമൽ ഇക്വിലിബ്രിയം. ഇതിപ്പോ എത്ര മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം? 2 മാർക്കിന് വേണ്ടിയിട്ട് ചോദിക്കാം. തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ബോഡി ഇപ്പൊ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആവണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ
മൂന്ന് കണ്ടീഷനെ സ്പെസിഫൈ ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം, പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ടു ബി ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ ഇഫ് ഒരു മിനിറ്റ് കേട്ടോ, if a system is to be in if a system is to be in said to be if a system is said to be in thermodynamical equilibrium, then the system must be in thermal, mechanical, chemical equilibrium. പിന്നെ ഇതിലൊരു പ്രശ്നം സീൻ വരാനുള്ള കാര്യം പറഞ്ഞെങ്കിൽ സീനല്ല, ഒരു ഇത് വരാനുള്ള ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ എസ്സേയുടെ, അതായത് ഇപ്പൊ എസ്സേയുടെ ആദ്യത്തെ ഭാഗത്ത് വാട്ട് യു മീൻ ബൈ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ലേ, അങ്ങനെയും ചോദിക്കാം. അപ്പൊ 2 തരത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയാണ് 2 മാർക്കിനാണ് ചോദിക്കുന്നത് എങ്കിൽ ആദ്യം നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഇത് മാത്രം എഴുതിയാൽ മതി. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നേരമില്ലാത്തതാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. പക്ഷെ കുറച്ചും കൂടെ നേരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തെർമലും മെക്കാനിക്കലും കെമിക്കലും എന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷെ ഇതൊരു എസ്സേയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാരഗ്രാഫ് എഴുതുക, എന്താ തെർമൽ ഇക്വിലിബ്രിയം, എന്താ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് എഴുതുക. അപ്പൊ എന്താ തെർമൽ ഇക്വിലിബ്രിയം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടല്ലോ. എന്താ തെർമൽ ഇക്വിലിബ്രിയം? തെർമൽ ഇക്വിലിബ്രിയം എന്താ? there is no flow of heat, ഇല്ലേ? ഹീറ്റിന്റെ ഒരു ഫ്ലോ ഇല്ല. there is no flow of heat. ഹീറ്റിന്റെ ഒരു ഫ്ലോ ഇല്ല. മെക്കാനിക്കൽ ഇക്വിലിബ്രിയോ? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്താ സ്റ്റേറ്റ് ചെയ്യണ? ഒരു സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി മസ്റ്റ് ബി 0. അപ്പോ ടോട്ടൽ ഫോഴ്സ് is equal to 0. കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിലോ? കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ no chemical reaction must take place, no reactions. അപ്പോൾ ഈ 3 കണ്ടീഷനും കൂടെ സ്പെസിഫൈ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ we may say that a system is in a thermodynamical equilibrium. ഓക്കെ, അപ്പോ അതും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ആരോ ഒരാൾ ചാറ്റിൽ എന്തോട്ടുണ്ടല്ലോ. ഇത് ഫസ്റ്റ് ചാപ്റ്റർ അല്ല ശരിക്കും. ഇതില് ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 2 മൊഡ്യൂളാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെർമോഡൈനാമിക്കൽ പ്രോസസ് ഒക്കേഴ്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ദ തെർമോഡൈനാമിക്കൽ വാരിയബിൾ ചേഞ്ചസ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇൻ എ തെർമോഡൈനാമിക്കൽ പ്രോസസ് thermodynamical variables changes. അവരെന്ത് ചെയ്യും? ആ വേരിയബിൾസ് ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ വേരിയബിൾസ് ചേഞ്ച് ചെയ്യും. ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ്സിൽ തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് എന്താണ്? വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ in order to account the change of variables we need a graphical representation. അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. The indicator diagrams are used to represent the change in
dynamical variables. Change in the indicator diagrams are used to represent the change in thermodynamical variables of a thermodynamical process. അതായത് ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ്സിലെ പി വി ടി എൻ എന്നൊക്കെ പറയില്ലേ, ഈ വേരിയബിൾസ് മാറുന്നതിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുക. അപ്പൊ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എത്ര തരത്തിലുണ്ട്? നമ്മൾ അന്ന് പറയുന്നുണ്ടായിരുന്നു വിയും ടിയും ഉണ്ട്, അതുപോലെ തന്നെ പിയും ടിയും ഉണ്ട്, പിയും വിയും ഉണ്ട്. നമ്മളുടെ കൺസേൺ ആരെ പറ്റിയിട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് പി വിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതിയിട്ട് അതിന്റെ താഴെ എന്ത് ചെയ്യുക, പിന്നും വിന്നും വരച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെയാണ്. ഇത് ഏത് പ്രോസസ് ആയിരിക്കും? ഇത് ഐസോ ബാരിക് പ്രോസസ് ആയിരിക്കും, കാരണം അവിടുത്തെ പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുക. ഇതും മാക്സിമം എന്തിനു വിചാരിക്കുക, 2 മാർക്ക് തന്നെ പ്രതീക്ഷിക്കാം ഈ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ബി സെക്ഷനിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഡെഫിനിഷൻ ഇത് എഴുതിയാൽ മതി. ഇത് ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ് ആർ യൂസ് ടു റെപ്രസെന്റ് ചേഞ്ച് ഇൻ തെർമോഡൈനാമിക്കൽ വാരിയബിൾസ് ഓഫ് എ തെർമോഡൈനാമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞ താഴെ ഈ ഡയഗ്രാം വരച്ചു വയ്ക്കുക. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്കൽ പ്രോസസ് ആണ്. അപ്പൊ അതും അടുത്തത് 2 മാർക്ക് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, കാരണം നമ്മൾ എല്ലാ ഭാഗവും എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ തെർമോ ഡൈനാമിക്കൽ പ്രോസസ്സസ് അല്ലെങ്കിൽ പ്രോസസ്. എന്താ ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും തെർമോഡൈനാമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വേരിയബിൾസ് അസോസിയേറ്റഡ് വിത്ത് അല്ലെങ്കിൽ ദ തെർമോഡൈനാമിക്കൽ വാരിയബിൾസ് ഓഫ് എ സിസ്റ്റം ചേഞ്ചസ്. നമുക്ക് വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി ഇങ്ങനെ പറയാം. വെൻ ദ thermodynamical variables related to a system changes, then we may say that വേണ്ട, അത് അധികം ആൾക്കാർക്ക് താല്പര്യം വരില്ല. then the system executes a thermodynamical process. അപ്പോ ഇതിനെയാണ് എന്ത് പറയുന്നത് നമ്മള് then the system is said to be execute a thermodynamical process ആണ്. then the system is said to execute a thermodynamical process. ഇതാണ് തെർമോഡൈനാമിക്കൽ പ്രോസസ്സിന്റെ ഇത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇതിന്റെ താഴെ വേണമെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതാം? കൺസിഡർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. Consider the initial state of the system. Consider the initial state of the system as P1, V1, T1, N1. അപ്പൊ ഇങ്ങനെ ഒരു വരട്ടിട്ട് ഇങ്ങനത്തെ എഴുതുക. ആഫ്റ്റർ തെർമോഡൈനാമിക്കൽ പ്രോസസ് എന്ന് എഴുതുക. തെർമോഡൈനാമിക്കൽ പ്രോസസ് ഇങ്ങോട്ട് മാറ്റി എഴുതും. P2, V2, T2, N2. അതിങ്ങനെ എഴുതുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവിടുന്ന് ഒരു എസ്സേക്ക്, അതായത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക്കൽ സിസ്റ്റങ്ങൾ എന്താ ചോദിക്കാം, അതുപോലെ തന്നെ എന്റെ വാരിയബിൾസും അതൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ തെർമോഡൈനാമിക്കൽ പ്രോസസ്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എസ്സേയുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. എന്താ തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എഴുതിയാൽ മതി. പറ്റുകയാണെങ്കിൽ ഇതും കൂടി എഴുതിക്കോളൂ. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഇതുണ്ടോ? പിന്നെ നമുക്ക് ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ്.
ഇപ്പൊ ക്വാസി സ്റ്റാറ്റിക്, ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്, ടേം ക്വാസി മീൻസ് ഇൻഫൈനൈറ്റസിമലി സ്മോൾ എന്നൊരു മീനിങ് ഉണ്ട്. ക്വാസി മീൻസ് വെരി സ്ലോ എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട്. അതായത് ഇതിന്റെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താ, ഞാന് 1 മുതൽ 10 വരെ എണ്ണുണ്ട്, 10 വരെ എണ്ണുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെയൊക്കെ വേണമെങ്കിൽ എണ്ണാം. 1, 2, 3, 4 അങ്ങനെ 10 വരെ എണ്ണാം. 1, 1, 1, 1.5, 2, 2.5, 3, 3.5, 4, 4.5 ഇങ്ങനെ എണ്ണാം അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ എണ്ണുമ്പോ ഉള്ള ഒരു ഇതെന്താ, ഒരു കാര്യം എന്താ, ആദ്യം നമ്മൾ എണ്ണായിരുന്നു വെച്ചാൽ 1, 2, 3, 4 കൃത്യമായ ഒരു ഇടവേള ഉണ്ട്. അപ്പൊ ഇവിടെയായാലും 1, 1.5, 2, 2.5 എന്ന് പറയുമ്പോൾ ഒരു 0.5 കൃത്യമായ ഒരു ഇടവേള ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇനി ഇതിന് പകരം വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, 1.000000001, 1.0002 അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിലും എണ്ണാം അല്ലേ. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണ്. അതായത് ഈ ക്വാസി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ, അല്ലെങ്കിൽ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ അവസാനം നമ്മൾ ഈ പറഞ്ഞ അപ്രോച്ചാണ്, വളരെ മെല്ലെ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റസിമലി സ്മോൾ എന്ന് പറയും. അപ്പൊ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് എ തെർമോഡൈനാമിക്കൽ പ്രോസസ്, ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ് തന്നെയാണ്. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വാസി സ്റ്റാറ്റിക്കൽ പ്രോസസ് ലെറ്റ് us draw a diagram, ഒരു ഡയഗ്രാം വരയ്ക്കാം. ഇപ്പൊ ഇവിടെ Q എന്ന് പറയുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിസ്റ്റണിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ പിസ്റ്റണിൽ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യലി നമ്മൾ എന്താണ് P1, V1, T1, N1 എന്ന് പറയുന്ന P1, ഒരു മിനിറ്റ് കേട്ടോ, ഇതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള തെർമോഡൈനാമിക്കൽ സ്റ്റേറ്റുകളാണ് P1, V1, T1, N1. ഇതിനെ ഫൈനൽ ആയിട്ട് എനിക്ക് ഈ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം, P2, V2, T2, N2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിക്കണം. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു മിനിറ്റ്, ജോയിനിങ് റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യും. അപ്പൊ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ when the states or അല്ലെങ്കിൽ when the value of variable changes into, ഈ തന്നിരിക്കുന്ന തെർമോഡൈനാമിക്കൽ വേരിയബിൾസിന്റെ വാല്യൂ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മാറിയെങ്കിൽ P1 പ്ലസ് ഡെൽറ്റ V1, അതുപോലെ തന്നെ ഡെൽറ്റ P1 കേട്ടോ, P1 പ്ലസ് ഡെൽറ്റ P1, V1 പ്ലസ് ഡെൽറ്റ V1, അതുപോലെ തന്നെ T1 പ്ലസ് ഡെൽറ്റ T1, അതുപോലെ തന്നെ N1 പ്ലസ് ഡെൽറ്റ N1 ഇങ്ങനെ മാറിയെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടുന്ന് അപ്പൊ ഇതിന്റെ അതായത് പിസ്റ്റൺ ഏകദേശം ഈ ഹൈറ്റിലൊക്കെ എത്തി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ ഹീറ്റിനെ ഞാൻ റിമൂവ് ചെയ്യും. ആ ഹീറ്റിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പിസ്റ്റൺ എന്തായാലും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, ദ സിസ്റ്റം ഈസ് എക്സിക്യൂട്ടിങ് എന്താണ്, ഒരു എക്സ്പാൻഷൻ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ സിസ്റ്റം കൂടുതലായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടല്ലേ പഴയ സ്റ്റേറ്റിൽ നിന്ന് പുതിയ സ്റ്റേറ്റിലേക്ക് പോയത്. അപ്പൊ ആ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഹീറ്റ്, ദ ന്യൂലി അബ്സോർബ്ഡ് ഹീറ്റ് വിൽ ബി റേഡിയേറ്റഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ്. ഞാൻ പറയണു Q1 എന്ന് പറയുന്ന സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് പുറത്തേക്ക്, അതായത് സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ സിസ്റ്റം എന്തായിരിക്കും, ഈ സിസ്റ്റം പിന്നെയും എന്തിനായിട്ട് മാറും, തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. ആ തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. അപ്പൊ ഇവിടുത്തെ എന്താ പറയാ കോർഡിനേറ്റ്സ് തന്നെയാവും. പക്ഷെ ഇനി ഈ സ്റ്റേറ്റിൽ നിന്ന് കുറച്ചും കൂടി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവിടുന്ന് മാറ്റിയിട്ടുള്ള ഹീറ്റ് ഇല്ലേ, അതിനെ ഞാൻ ഒന്നും കൂടി കൊണ്ടുവന്ന് വെക്കും. അതിനൊന്നും കൂടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ പുതിയതായിട്ടുള്ള പുതിയ സ്റ്റേറ്റ്, അതായത് ഇത് മൂന്നാമത് ചെറുതായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക പിസ്റ്റൺ. അപ്പൊ ഇവിടുത്തെ പുതിയ സ്റ്റേറ്റുകളെ ഞാൻ എഴുതുന്നത് P1 പ്ലസ് ഡെൽറ്റ P2, അതുപോലെ തന്നെ എന്താണ് V1 പ്ലസ് ഡെൽറ്റ V2, അതുപോലെ തന്നെ T1 പ്ലസ് ഡെൽറ്റ T2, അതുപോലെ തന്നെ എന്താണ് N1 പ്ലസ് ഡെൽറ്റ ഈ ഇവിടത്തെ വരില്ല കേട്ടോ, ഞാൻ ഇവിടെ എഴുതിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ N1 അതുപോലെ തന്നെ ഇരുന്നോട്ടെ, N1 എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിന്നോട്ടെ. അപ്പൊ P1 പ്ലസ് ഡെൽറ്റ P2, V1 പ്ലസ് ഡെൽറ്റ V2, T1 പ്ലസ് ഡെൽറ്റ T2, N1 എന്ന് പറയുന്ന പുതിയ സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. അപ്പൊ സിമിലർലി നമ്മൾ പഴയ പ്രൊസീജിയറിന് ചെയ്യും, ഹീറ്റ് എടുത്ത് മാറ്റും. അപ്പൊ അധികമായിട്ട് കിട്ടിയിട്ടുള്ള Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ഇല്ലേ, ആ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ഇതിനെ സറൗണ്ടിങ്സിലേക്ക് കളയും.
അപ്പൊ സറൗണ്ടിങ്സിലേക്ക് കളയുമ്പോൾ ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഇങ്ങനെ ഈക്വിലിബ്രിയത്തിൽ വരും. ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾ, ഈക്വൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും, P1 V1 T1 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് P2 V2 T2 N2 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എത്തി എന്ന് വിചാരിക്കൂ. അങ്ങനത്തെ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയണം, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയണം. അതായത് ബിറ്റ്വീൻ ടു തെർമൽ സ്റ്റേറ്റ്സ്, അതായത് P1 V1 T1 എന്നും P2 V2 T2 N2 എന്ന് പറയുന്ന ഈ തെർമൽ സ്റ്റേറ്റ്സിന്റെ ഇടയിൽ എന്താണ്, ഇറ്റ് ഈസ് മൂവിങ് ഫ്രം വൺ തെർമൽ സ്റ്റേറ്റ് ടു അനദർ തെർമൽ സ്റ്റേറ്റ് ബൈ ഇൻഫൈനൈറ്റസിമൽ നമ്പർ ഓഫ് തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം. അതായത് അതിനെയാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഒരു മിനിറ്റ്, ഞാൻ അത് ഇത് സംഭവം കളയട്ടെ. ഇത് ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിന്റെ എന്താ പറയാൻ പോണം ഡെഫിനിഷൻ. Quasi static process is a thermodynamical process quasi-static process is a thermodynamical process in which the system changes from its initial state കഴിഞ്ഞിട്ട് നേരത്തെ എഴുതിയില്ലേ, P1 V1 T1 to അങ്ങനെ എഴുതാം, P V N T to P V N T through ഇനി എഴുതുന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻഫൈനൈറ്റസിമൽ ഇക്വിലിബ്രിയം. ഈ ഇവിടുന്ന് ഞാൻ ഇവിടെ കളർ ചെയ്യുന്നില്ലേ, എല്ലാം ചുവന്ന കളറിലായി. അതായത് എന്താ പറയാ, ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻഫൈനൈറ്റസിമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്ക് അത് എല്ലാ വട്ടം എല്ലാവരും നോക്കാറുണ്ട് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിന്റെ ഡെഫിനേഷനിൽ. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് എന്ന് പറയുന്നത്, അടുത്തത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും എന്താ ഐസോതെർമൽ പ്രോസസ്. ഞാൻ അതിന്റെ ഡെഫിനേഷനിലേക്ക് ഒന്നും പോകില്ല. ഐസോതെർമൽ പ്രോസസ് എന്താ? ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം, തെർമൽ പറഞ്ഞു കഴിഞ്ഞാലോ റിലേറ്റഡ് ടു ഹീറ്റ് ആണ്. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിന്റെ എന്തായിരിക്കും? ഐസോതെർമൽ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്, ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? PV is equal to a constant, അതായത് PV is equal to nRT ആണ്, T is a constant ആണ്. അപ്പൊ T കോൺസ്റ്റന്റ് ആവുമ്പോൾ എന്താണ്? PV is equal to nR multiplied by constant ആണ്. അപ്പൊ PV which is equal to എന്താണ്? A constant ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് ശരിക്കും PV is equal to a constant എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുക അതെന്താ പറയാ, നമുക്ക് എന്താ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തോന്നുക. പക്ഷെ ബോയിൽസ് ലോ ഉണ്ടല്ലോ, P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന്. അപ്പൊ P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v ആണെങ്കിൽ P കൂടുമ്പോൾ V കുറയണം. അപ്പൊ ഇതിന്റെ എങ്ങനെ വരിക? ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു ഇതാ വരിക. ഇങ്ങനത്തെയാണ് ഇതിന്റെ PV ഡയഗ്രാം വരിക. ഇനി ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ എങ്ങനെ കാണാം? ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്?
അത് മിക്കവാറും എസ്സേയുടെ ഒരു സൈഡിലേക്ക് എഴുതാനാണ് ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ പഠിക്കേണ്ടത്. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ ഈ ഫിഗറും കൂടി എന്ത് ചെയ്യുക, വരച്ചിട്ട് പഠിക്കുക. ഈ ഫിഗറിനെ വെച്ചിട്ടാണ് നമ്മളുടെ കംപ്ലീറ്റ് ഡെറിവേഷൻ നമ്മൾ ചെയ്യണം. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. നമ്മൾ പറയുന്നു ഇനീഷ്യലി ഇവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് V1 ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫൈനലി ഉള്ള വോളിയം എന്ന് പറയുന്നത് V2 ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാമിന്റെ അടിയിലുള്ള ഏരിയ, അതിന്റെ മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഐസോബാറിക് പ്രോസസ് ആണ് പറഞ്ഞു അല്ലേ, ഐസോബാറിക് പ്രോസസ് ആണ് പറഞ്ഞു. അപ്പോൾ ഈ ഇതിന്റെ താഴെയുള്ള ഏരിയ, അതായത് ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രാമിന്റെ താഴെയുള്ള ഈ ഏരിയ ഉണ്ടല്ലോ, അത് എന്ത് ക്വാണ്ടിറ്റിയാ തരിക? തെർമോഡൈനാമിക്കലി എന്ത് ക്വാണ്ടിറ്റിയാ തരിക ഇൻഡിക്കേറ്റർ ഡയഗ്രാമിന്റെ താഴെയുള്ള ഏരിയ? എന്ത് ക്വാണ്ടിറ്റിയാ തരിക തെർമോഡൈനാമിക്കലി? അത് വർക്കിനെയാണ് തരിക. കാരണം എന്താന്ന് പറയുമ്പോൾ ഐസോബാറിക്കിന്റെ വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എന്ത് ചെയ്യണു, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ട് താഴത്തേക്ക് വരച്ചു. ഇപ്പൊ ഇങ്ങോട്ട് താഴത്തേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ എന്തായി, ഒരു ചതുരം പോലെ ഇല്ലേ? ഇപ്പൊ ചതുരം പോലെ ആണെങ്കിൽ ഈ സൈഡിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് പി ആണ് എങ്കിൽ എന്തായിരിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും പി ആണ്, ഇങ്ങനത്തെ ഉള്ളതും വോളിയം ആയിരിക്കണം. അപ്പൊ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെങ്ത് ഇൻറ്റു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ കിട്ടും. അപ്പൊ പി മൾട്ടിപ്ലൈഡ് ബൈ വി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ വരിക, ഇവിടെ V1 ആണ്, ഇവിടെ V2 ആണ്. അപ്പൊ ഈ ചെറിയൊരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DV-നെ കാണിക്കുക, ചേഞ്ച് ഇൻ വോളിയം. അപ്പൊ പി മൾട്ടിപ്ലൈഡ് ബൈ DV, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്കൽ വർക്ക് എന്താണ്, W ആണ്. അപ്പൊ ദ ഏരിയ അണ്ടർ, വൺ മാർക്കിന് ചോദിക്കുക വിചാരിക്കൂ, ദ ഏരിയ അണ്ടർ എന്താ പറയാ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഷോസ് ഡാഷ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് വർക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ദ ഏരിയ അണ്ടർ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വർക്ക് represents the thermodynamical work. The area under PV diagram represents thermodynamical work W. പിന്നെ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ആരെ കാണേണ്ടത്, നമുക്ക് ഐസോതെർമലിലെ വർക്ക് തന്നെയാണ് കാണേണ്ടത്. അപ്പൊ ഐസോതെർമലിലെ ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്, ഇനീഷ്യലും ഫൈനൽ വോളിയവും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്സിസിലുള്ള വാല്യൂസ് മാർക്ക് ചെയ്യുക. ആക്സിസിലെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയും പിയുടെ ആക്സിസും വിയുടെ ആക്സിസും നമ്മൾ മാർക്ക് ചെയ്യുക. ഇത് പിയുടെ ആക്സിസ്, ഇത് വിയുടെ ആക്സിസ്. നമ്മൾ എന്ത് ചെയ്യുക, നടുവിലെ വോളിയം DV എന്ന് പറയുന്ന ഈ വോളിയം എടുക്കുക. അപ്പൊ DV എന്ന് പറയുന്ന ഈ ചെറിയ വോളിയത്തിലെ വർക്ക് ഡൺ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫിഗർ വരച്ചതിന് ശേഷം ഇങ്ങനെ താഴെ എഴുതുക, കൺസിഡർ ദ ഗിവൺ ഡയഗ്രാം വേർ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ തെർമോഡൈനാമിക്കൽ സിസ്റ്റം, അല്ലെങ്കിൽ ദ ഇനീഷ്യൽ വോളിയം ഈസ് V1 ആൻഡ് ദ ഫൈനൽ വോളിയം ഈസ് V2 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് സെന്റൻസ് ഒക്കെ എഴുതുക. അപ്പൊ ഇനി അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ DW, അല്ലെങ്കിൽ ഇത് ആ സ്റ്റേറ്റ്സിന്റെ കാര്യം എഴുതിയിട്ട് പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ വർക്ക് ഫോർ എ യൂണിറ്റ് വോളിയം DV. ഒരു യൂണിറ്റ് വോളിയം DVക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ വർക്കിന്റെ അളവ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയാം, ഫോർ എ യൂണിറ്റ് വോളിയം DV. അപ്പൊ എങ്ങനെയാണെങ്കിൽ DW ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇന്റഗ്രൽ PdV എന്ന് വരും. അപ്പൊ നമുക്ക് ഇനി എന്താ അറിയാം, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ താഴെ എഴുതാ, ഫ്രം ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇത് മിക്കവാറും എസ് ആയിട്ട്, അതായത് കഴിഞ്ഞ വട്ടത്തിൽ ജിയോളജി കോംപ്ലിമെന്ററിയിൽ ഇത് എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രം ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് PV is equal to nRT
പി ഈസ് ഈക്വൽ ടു എന്താണ് nRT/V ആണ്. കാരണം ഇവിടെ ഒരു വേരിയബിൾ പി ആണ്, ചേഞ്ച് ചെയ്യേണ്ടത് ഡി വിയിലാണ്. അപ്പോ നമുക്ക് വിനെ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നത്. അപ്പൊ DW ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇന്റഗ്രൽ nRT/V dV. അപ്പോ എന്ത് ചെയ്യുക, ഇവിടുന്ന് എങ്ങോട്ടാണെന്നും കൂടി നമ്മൾ എഴുതണം, V1 to V2. ഇത് ഇന്റഗ്രൽ DW അല്ലേ. അപ്പൊ ഇന്റഗ്രൽ DW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് W ആണ്. ഇന്റഗ്രൽ DW is W. അപ്പൊ W പിന്നെ അതുപോലെ തന്നെ എന്ത് വരും, N മാറും Tക്ക് ഉള്ളിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. N മാറും Tക്ക് ഉള്ളിൽ പ്രത്യേകിച്ച് പണിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ V1 V2 എന്ത് വരും, 1/V dV വരും. ഇന്റഗ്രൽ V1 to V2 1/D dV വരും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യുക, nRT എന്ത് വരും, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ln V വരും. അതായത് നാച്ചുറൽ ലോഗ് ഇല്ലേ, നാച്ചുറൽ ലോഗ് ln V വരും. ln V വിത്തിൻ ദ ലിമിറ്റ് ഓഫ് V1 to എവിടുന്ന് വരും, V2 എന്ന് വരും. അപ്പൊ ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ nRT അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത എന്താ റിയേ വരിക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത എന്താ വരിക, nRT log V2/V1 വരും. അതായത് നമ്മൾ സാധാരണ കാൽക്കുലേഷനിൽ ഈ ln എടുക്കില്ല, log to the base 10 എടുക്കുള്ളൂ. അപ്പൊ ഇതിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഇതാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പോൾ nRT multiplied by 2.303 എന്ത് വരും, log 10 to the base V2 എന്ത് വരും, V1 വരും. അപ്പൊ അതാണ് അവിടെ 2.303 എന്താണ് nRT log V2/V1 എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. അപ്പോ ഇനിയിപ്പോ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേഷന്റെ കാര്യം കഴിഞ്ഞു, പ്രോബ്ലംസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇതിലൊരു കാര്യം ചോദിക്കട്ടെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, അങ്ങനെ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു എക്സ്പാൻഷന്റെ ഒരു പ്രോബ്ലം തന്നു എന്ന് വിചാരിക്കുക, ഒരു എക്സ്പാൻഷന്റെ പ്രോബ്ലം തന്നു എന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് വിചാരിക്കുക, ആദ്യം ഒരു ഗ്യാസിന്റെ വോളിയം V ആയിരുന്നു, പിന്നെ അത് 2V ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് അതിലെ വർക്ക് കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള വർക്കാണ് കിട്ടിയത് വിചാരിക്കുക. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള വർക്കിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള വർക്കിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ആ നെഗറ്റീവ് ആയിട്ടുള്ള വർക്കിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ വർക്ക് നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കേസിൽ കേട്ടോ, വർക്ക് എക്സ്പാൻഷന്റെ കേസിലാണ് സിസ്റ്റം അതിന്റെ പണി തന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ എനർജി യൂസ് ചെയ്തിട്ട് ചെയ്യണേന്നാണ് നമ്മൾ എന്ത് പറയണത്, അതിനെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിട്ട് നമ്മൾ പറയണം. അപ്പൊ ഈ സംഭവം ക്ലിയർ ആവും. അല്ലെങ്കിൽ എന്താണ്, W നെഗറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ എന്താ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇത് എന്താണ് നമ്മളുടെ ഐസോതെർമൽ പ്രോസസ്സിന്റെ കാര്യമാണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ, ക്വസ്റ്റ്യൻ തപ്പട്ടെ. ഒരു മിനിറ്റ്. സെക്ഷൻ സി ഇല്ലേ, അതായത് സെക്ഷൻ സിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. സെക്ഷൻ സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് ഗ്യാസ് expands isothermally, volume of gas expands isothermally to 4 times എന്താണ് its initial volume
4 times its initial volume. Calculate the work done by the gas. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിനെങ്ങനെ നമ്മൾ ചെയ്യാം? ഇതെങ്ങനെയാ ചെയ്യാം നമ്മള്? എങ്ങനെ ചെയ്യാം? ഏത് ഇത് ഐസോതെർമൽ പ്രോസസ്സിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം എന്താ, അതിൽ ഐസോതെർമലി എക്സ്പാൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വിഷയമുള്ള ഒരു കാര്യമില്ല. അപ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ W is equal to 2.303 RT log V2 by V1 തന്നെയാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ ചിന്ത ചെയ്ത ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ഗിവൺ വാരിയബിൾസ് അല്ലേ? ഗിവൺ വാരിയബിൾസ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. സോ ഐഡന്റിഫൈങ് ദ ഗിവൺ വാരിയബിൾസ് എന്തൊക്കെയാ? A volume of gas expands isothermally to 4 times of its initial volume. 4 times of its initial volume എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? ഒരു മിനിറ്റ്, അതാ ഇല്ല, അത് വരില്ല. 4 times of its initial volume എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 is equal to V എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ V2 is equal to എന്ത് വരും? 4V എന്ന് വരും അല്ലെ? V1 is equal to V ആണെങ്കിൽ V2 is equal to എന്ത് വരും? V2 is equal to 4V എന്ന് വരും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് വർക്ക് ഡൺ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ is equal to 2.303. നമ്മളിവിടെ തൽക്കാലത്തിന് ഇവിടെ എന്താ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു N equal to 1 എടുക്കണു. അപ്പൊ 2.303 RT എന്ത് വരും? ലോഗ് എന്ത് വരും? V2 by V1 ആണ് സാധാരണത്തെ ഇക്വേഷൻ. അപ്പൊ V2 by V1 ഇവിടെ 4V divided by V വരും. അപ്പൊ 4V by എന്ത് വരും? V വരും. വിയും വിയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. W is equal to 2.303 RT multiplied by log 4 by 1. നമുക്കറിയാം log A by B എന്താ? log A by B എന്താ? log of A by B is equal to log A minus എന്താ? log B. W is equal to എന്ത് വരും? W is equal to എന്താ വരിക? 2.303 RT എന്ത് വരും? log 4 minus log 1. log 1ന്റെ വാല്യൂ എത്രയാ? log 1ന്റെ വാല്യൂ എത്രയാ? log 1ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ W is equal to 2.303 RT എന്ത് വരും? log 4 വരും. R-ന്റെ വാല്യൂ നമുക്കറിയാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ടിയുടെ വാല്യൂ തന്നിട്ടില്ല കേട്ടോ, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. W is equal to 2.303 മറ്റേ 8.314 കൊടുക്കുക R-ന്റെ വാല്യൂ. log 4ന്റെ വാല്യൂക്ക് കാണാണ്ട് അറിയില്ല, അത് മൾട്ടിപ്ലൈഡ് ബൈ ടി. ഇത് എത്രയാണോ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? ഈ വർക്കിന്റെ യൂണിറ്റ് എന്താ വരിക? ഈ വർക്കിന്റെ യൂണിറ്റ് എന്താ വരിക? സോറി, ഇതിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ യൂണിറ്റ് എന്താ വരിക? വർക്കിന്റെ യൂണിറ്റ് ജൂള്. ഇതിന്റെ യൂണിറ്റ് ജൂള് വരിക. അപ്പൊ അത് ചെയ്തതിന് ശേഷം നേരത്തുള്ളത് ചെയ്ത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? അതില് ലാസ്റ്റ് ഏത് പ്രോബ്ലം എഴുതുമ്പോൾ അതിന്റെ ലാസ്റ്റ് യൂണിറ്റ് എഴുതുക, അല്ലെങ്കിൽ എന്ത് പോവും? അരമാർക്ക് പോവും. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം, അതായത് സെക്ഷൻ സിയിൽ തന്നെ മൂന്നാമത്തെ പ്രോബ്ലം ആണ്. ഞാൻ ടൈപ്പ് ചെയ്യാതോടെ 1 mole of a gas at 127 ഒരു മിനിറ്റ് കേട്ടോ. 1 mole of a gas at 127 degrees C, 127 degrees Celsius expands isothermally until its volume is doubled. Until its volume is doubled. Until its volume is doubled, find the amount of work done. Find the amount of work done. ഞാൻ പറയും, ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ
ഇവിടെ എന്തൊക്കെ ഫസ്റ്റ് ആദ്യത്തെ പരിപാടി എന്താ? ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് അല്ലേ? സോ ദ ഗിവൺ വേരിയബിൾ ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു എന്താ? ടി വന്നിട്ടുണ്ട് 127 ഡിഗ്രി സെൽഷ്യസ്. അത് കൂടാണ്ട് 1 മോള് തന്നിട്ടുണ്ട്. അപ്പൊ എൻ ഇസ് ഈക്വൽ ടു 1 കൂടി തന്നിട്ടുണ്ട്. ഇനി V1 ഇസ് ഈക്വൽ ടു വിയും അതുപോലെ തന്നെ V2 ഇസ് ഈക്വൽ ടു 2V ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തേ ഉള്ളൂ, നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. W ഇസ് ഈക്വൽ ടു 2.303 RT. എന്നിന്റെ അത് നോക്കേണ്ട ആവശ്യമില്ല, 1 പോയി. RTക്ക് ടിക്ക് വരെ എന്ത് കൊടുക്കുക? 127 കൊടുക്കുക. അപ്പൊ ആറിന്റെ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്ത 8.314 മൾട്ടിപ്ലൈഡ് ബൈ ഇനി എന്ത് വരും? ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ കൺവേർട്ട് ചെയ്യാം. അതായത് ടി ഇസ് ഈക്വൽ ടു 127 പ്ലസ് എന്ത് വരും? 1 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു കഴിഞ്ഞാൽ 273.15 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞ് 7 3 10 2 10 5 500 കെൽവിൻ. 500 അല്ലല്ലോ, 373 അല്ല, 400 കെൽവിൻ. സോറി, 400 കെൽവിൻ. 400 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? 400 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? ലോഗ് എന്ത് വരും? 2V ബൈ മറ്റേ V വരും, അതായത് ലോഗ് 2 വരും. ഇനി ഇത് എത്രയാണോ? W is equal to 2.303. ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ്. അതായത് 2.303 സെയിം സ്റ്റെപ്പ് തന്നെ. 8.314 മൾട്ടിപ്ലൈഡ് ബൈ 400 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? ലോഗ് ഓഫ് 2 മൈനസ് എന്ത് വരും? ലോഗ് 1 വരും. ലോഗ് 1 പോവും. ബാക്കി ഈ ഇപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്തെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് എന്താണോ അത് തന്നെയാണ് അതിന്റെ എന്ത് വരിക? വാല്യൂ വരിക. ഇനി ഒരു മിനിറ്റ് കേട്ടോ, മോഡ് നോട്ടെ. എഫിഷ്യൻസി പക്ഷെ ഇതൊന്ന് കണ്ടോ, ഈ വർക്ക് ഡണ്ടെ ഡെറിവേഷൻ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ ഓഫ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഹെൻസ് ടു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോബോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡെറിവേഷന്റെ ഈ ഭാഗം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് എസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് പറഞ്ഞു? ഐസോതെർമലിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഐസോതെർമലിന്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? ഐസോതെർമൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താ? നമ്മളെ അടുത്ത പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പൊ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡിയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The term adiabatic means what? There is no exchange of what? There is no exchange of heat between the system and surroundings. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എന്തില്ല? പ്രത്യേകിച്ച് ഒരു ഹീറ്റിന്റെ എക്സ്ചേഞ്ച് ഇല്ല. അല്ലെ ഡെൽറ്റ ക്യൂ ഓഫ് ദ തെർമോഡൈനാമിക്കൽ സിസ്റ്റം ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പൊ ഇങ്ങനത്തെ പ്രോസസ്സിനെ അഡിയബാറ്റിക് എന്ന് പറയാം. അഡിയബാറ്റിക്കിന്റെ കാര്യം പറയണോണ്ട് അഡിയബാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ആര്? ഡയാതെർമിക് എന്ന് പറയുന്നത്. അപ്പൊ ഡയാതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡയാതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ. അതായത് അഡിയബാറ്റിക് വാൾ ഉണ്ട്, ഡയാതെർമിക് വാൾ ഉണ്ട്. അപ്പൊ നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ. പക്ഷെ എന്താണ്? ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യും. ആരെ എക്സ്ചേഞ്ച് ചെയ്യും? ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ അതാണ് ഡയാതെർമിക്കിന്റെ കേസ്. ഡയാതെർമിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ സീറോത്തിലോ ഇല്ലേ, സീറോത്തിലോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ഡയാതെർമിക്കിനെ പറയാറുണ്ട് അതിൽ. നമ്മൾ പറഞ്ഞ അഡിയബാറ്റിക്കിന്റെ കാര്യം നോക്കണം. അപ്പൊ അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി അഡിയബാറ്റിക് പ്രോസസ്സിനെ പറ്റിയിട്ട് പറയണം. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് യൂണിവേഴ്സിൽ എവിടെയെങ്കിലും ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്തൊരു പ്രോസസ്സിനെ നമുക്ക് തെർമോഡൈനാമിക്കൽ പ്രോസസ്സിനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത തെർമോഡൈനാമിക്കൽ പ്രോസസ്സിനെ? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാത്ത ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ് ഐസൊലേഷൻ, എങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാ? ദ കംപ്ലീറ്റ് ഐസൊലേഷൻ ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. കംപ്ലീറ്റ് ഐസൊലേഷൻ എന്താണ്? നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഈ നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ, അതായത് ഞാനിപ്പോ ഇവിടെ 2-3 പോയിന്റുകളെ ഒരുമിച്ച് ബന്ധപ്പെടുത്തിയിട്ടാ പറയാം. അതായത് എൻട്രോപ്പി ആൻഡ് അവൈലബിൾ എനർജി, റിവേഴ്സിബിൾ പ്രോസസ് എന്താണ് ഇതിൽ ഈ രണ്ടിനും അഡിയബാറ്റിക് പ്രോസസ്സുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞെങ്കിൽ കംപ്ലീറ്റ് ഐസൊലേഷൻ പോസിബിൾ അല്ല. അപ്പൊ കംപ്ലീറ്റ് ഐസൊലേഷൻ പോസിബിൾ അല്ലെങ്കിലും ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ഈക്വൽ ആയിരിക്കില്ല. എപ്പോഴെങ്കിലും സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കോ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കേസാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. അല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി എന്നുള്ളതാണ് എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ അല്ലെ? അപ്പൊ ഡെൽറ്റ ക്യൂല് ചേഞ്ച് ഉണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി എൻട്രോപ്പി വിച്ച് ഇസ് ഡി എസ്. അത് ഡി എസ് ആണ്. ഡെൽറ്റ ക്യൂല് ചേഞ്ച് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഉള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് ഡി എസ് ആണ്. അപ്പൊ ആ ഡി എസ് എന്ന് പറയുന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സിലെ എല്ലാ പ്രോസസ്സുകളിലും ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പൊ എല്ലാ പ്രോസസ്സിലും ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട് എങ്കിൽ യൂണിവേഴ്സിലി ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ട് ആ എൻട്രോപ്പിയുടെ വാല്യൂ കൂടിയിട്ടേ വരുള്ളൂ. അപ്പൊ ഈ യൂണിവേഴ്സിൽ എന്താണ് ഈ റാൻഡംനെസ് അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് റാൻഡംനെസ് എന്നാ പറയണം. അപ്പൊ ആ റാൻഡംനെസിന്റെയും അല്ലെങ്കിൽ എന്താണ് ആ ഡിസോർഡറിന്റെയും അളവ് യൂണിവേഴ്സിൽ എപ്പോഴും കൂടിയിട്ടേ വരുള്ളൂ എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ റിവേഴ്സിബിൾ പ്രോസസ്സും ഇല്ലേ? റിവേഴ്സിബിൾ പ്രോസസ്സും എന്താ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what is reversible process? The initial state and the final states are the same. അതായത് P1 V1 T1 N1 ആണെങ്കിൽ ഇതിപ്പോ ഒന്നല്ലെങ്കിൽ P2 V2 T2 N2ലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് യൂണിവേഴ്സിൽ എന്താണ്? ഐഡിയൽ ആണ്. അതായത് ഇത് ശരിക്കും ഇല്ല. ഇപ്പൊ ഈ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1 V1 T1 N1 to P2 V2 T2 N2 വരെ ഉള്ളൂ. അപ്പൊ ആ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ആ പ്രോസസ്സുകളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇറ്റ് ഈസ് ഓൾവേസ് ഹീറ്റ് ലിബറേറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ കറസ്പോണ്ടിങ് ടു ഇറിവേഴ്സിബിൾ പ്രോസസ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി കൂടും. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി കൂടും. ദാറ്റ് ഈസ് വൈ വി സേ ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇസ് എവർ ഇൻക്രീസിങ്. ഈ എൻട്രോപ്പി കൂടുകയാണ് എങ്കിൽ, റാൻഡംനെസ് ഓർ ഡിസോർഡർ കൂടുകയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി, അതായത് അവൈലബിൾ എനർജിയുടെ അളവ് കുറയും. വർക്ക് ചെയ്യാനുള്ള അവൈലബിൾ എനർജിയുടെ അളവ് കുറയും. അതിന്റെ ഡെറിവേഷൻ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത് മൂന്നും കൂടെ എന്ത് ചെയ്തു? ഒന്ന് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു എന്ന് മാത്രം. എന്താണ് അഡിയബാറ്റിക് പ്രോസസ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കംപ്ലീറ്റ് ഐസൊലേഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ആ റിവേഴ്സിബിൾ പ്രോസസ് ഐഡിയൽ ആണ്. ആ റിവേഴ്സിബിൾ പ്രോസസ് ഐഡിയൽ ആയതുകൊണ്ടും ഞാൻ പറയാണ് if an adiabatic process is അല്ലെങ്കിൽ if a thermodynamical process is to be adiabatic, it must be irreversible in nature. Irreversible and very quick in nature. അതായത് ഈ ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ച് എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ച് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും വേണം. എന്നാ എന്താണ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ പ്രോസസ് മസ്റ്റ് ബി എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഇറിവേഴ്സിബിൾ ആൻഡ് ക്വിക്ക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ടയർ പൊട്ടിത്തെറിക്കുക, ബലൂൺ പൊട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഈ അഡിയബാറ്റിക് പ്രോസസ് ആയിട്ട് പറയണം. സോ ഇൻ എൻ അഡിയബാറ്റിക് പ്രോസസ് the change of P and V is very large. അതായത് പി വി ഡയഗ്രാമിലെ പിക്കും വിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ 6 പോയില്ലേ. പിയും വിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും.
അപ്പൊ ഭയങ്കര കൂടുതലാണ് എങ്കിൽ അതിന്റെ പി വി ഡയഗ്രാമിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഐസോതെർമൽ ഇങ്ങനെ വരച്ചിട്ട് ഇത് കുറച്ചും കൂടി എന്തായിരിക്കും സ്റ്റീപ്പർ ആയിട്ടുള്ള കർവായിരിക്കും. ഞാൻ നേരത്തെ ഫസ്റ്റ് വരച്ച പോലത്തെ എന്തായിരിക്കും കുറച്ചും കൂടെ സ്റ്റീപ്പർ ആയിട്ടുള്ള കർവായിരിക്കും ഇത് നമ്മളുടെ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ. അപ്പൊ ഇനി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. അതിന് മുന്നേ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതണം. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പി വി ടു ദ പവർ ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. പി വി ടു ദ പവർ ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കാര്യങ്ങൾ. അപ്പൊ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇത് ഇങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്താ വരിക? അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ടോട്ടൽ വർക്ക് ഡൺ W is equal to W is equal to ഇന്റഗ്രൽ പി ഡി വി ആണ്. അപ്പോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പിക്ക് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ഈ ഉള്ളിൽ കിടക്കുന്ന പിക്ക് ഈ ഇക്വേഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പൊ അവിടെ നിന്ന് വരും പി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എന്ത് വരും? വി ടു ദ പവർ ഗാമ എന്ന് വരും. ആ കോൺസ്റ്റന്റിനെ ഞാൻ തൽക്കാലത്തിന് കെ വിളിക്കുന്നു. കെ ഡിവൈഡഡ് ബൈ വി ടു ദ പവർ ഗാമ. ആ ഇക്വേഷനെ ഞാൻ അങ്ങോട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട്, അതായത് ഈ ഡയഗ്രാം വരച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ താഴത്തേക്ക് 2 വര വരച്ച് ഇവിടെ V1 എന്നും ഇവിടെ V2 എന്നും പറയാം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ W is equal to വിത്തിൻ ദ ലിമിറ്റ് ഓഫ് V1 to V2 എന്ത് വരും? കെ ഡിവൈഡഡ് ബൈ വി ടു ദ പവർ ഗാമ എന്ത് വരും? ഡി വി വരും. കെനെ പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ V1 to V2 വി ടു ദ പവർ മൈനസ് ഗാമ എന്ത് വരും? ഡി വി വരും. അപ്പൊ അതുപോലെ തന്നെ എന്ത് വരും? കെ എന്ത് വരും? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ടു ദ പവർ മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1 വിത്തിൻ ദ ലിമിറ്റ് ഓഫ് എന്ത് വരും? V1 to V2 എന്ന് വരും. അപ്പോ ഈ താഴെ കിടക്കണ ഈ ആരെ പുറത്തേക്ക് എടുക്കുക? 1 മൈനസ് ഗാമേനെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഈസ് ഈക്വൽ ടു V2 to the power എന്ത് വരും? മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V1 to the power മൈനസ് എന്ത് വരും? ഗാമ പ്ലസ് 1 എന്ന് വരും. അല്ലേ? വരില്ലേ? വരുമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ W is equal to K divided by 1 minus gamma എന്ത് വരും? ഈ V2 to the power minus gamma plus 1 എനിക്ക് എങ്ങനെ എഴുതാം? V2 to the power 1 minus gamma എന്ന് എഴുതാം. അപ്പൊ അതെങ്ങനെയാ വരിക? ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക? ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക? ഇതിനെങ്ങനെയെങ്കിലും മാറ്റി എഴുതാൻ പറ്റുമോ? ആരെ? കെനെ ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. കെനെ ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്തു. കെനെ ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറയും കെ മൾട്ടിപ്ലൈഡ് ബൈ V2 to the power മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് കെ V1 to the power എന്ത് വരും? ഒരു മിനിറ്റ് കേട്ടോ, പേന പോയി. V1 to the power മൈനസ് ഗാമ പ്ലസ് 1 വരും. ഇപ്പൊ എന്ത് ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ എന്ത് വരും? കെ V2 to the power മൈനസ് ഗാമ മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? V2 മൈനസ് കെ V1 to the power മൈനസ് ഗാമ മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? V1 വരും. ഇനി എന്തെങ്കിലും വഴിയുണ്ടോ? ഏതിന്? വിക്കോ? കേക്കാണോ വിക്കാണോ? കേക്ക് എങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? കേക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അത് പറയും. കറസ്പോണ്ടിങ്ങിൽ ഈ സ്റ്റേറ്റിന് ഇപ്പൊ ഞാൻ എഴുതുന്നത് ഒരു സൈഡിക്ക് അടി കിട്ടിയ പോലെ ഞങ്ങൾ ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ ഇത് V2 അല്ലേ? ഇത് V2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ അല്ലേ? അപ്പൊ ആ കെ ഈസ് ഈക്വൽ ടു എന്ത് എഴുതുക? P2 V2 to the power ഗാമ എഴുതുക. ഇവിടുത്തെ കെ ഈസ് ഈക്വൽ ടു എന്ത് എഴുതുക?
P1 V1 to the power എന്ത് ചെയ്യുക ഗാമ എഴുതുക. അപ്പൊ W is equal to 1 divided by 1 minus ഗാമ എന്ത് വരും? ഇവിടുത്തെ കേക്ക് പകരം P2 V2 to the power ഗാമ multiplied by V2 to the power minus ഗാമ എന്ത് വരും? V2 minus എന്ത് വരും? P1 V1 to the power ഗാമ multiplied by V1 to the power minus ഗാമ multiplied by V1 എന്ന് വരും അല്ലേ? അങ്ങനെ വരും. അല്ല ഒരേപോലത്തെ അലൈക്ക് ടേംസ് ഉണ്ട്. ഒരേപോലത്തെ ടേംസ് ഏതൊക്കെയാ? ഈ V2 to the power ഗാമ V2 to the power minus ഗാമ ഉണ്ട്. ഇപ്പൊ W is equal to 1 divided by 1 minus ഗാമ P2 V2 മൈനസ് എന്ത് വരും? P1 V1 വരും. കാരണം ഇത് രണ്ടാളും പോവും, ഇത് രണ്ടാളും പോവും. അപ്പൊ P1 V1 വരും. അപ്പൊ ഇത് എന്താണ്? ഇത് ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് അല്ലെ? P2 V2 മൈനസ് എന്ത് വരുന്നത്? P1 V1 വരും. ഇനി ഇതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുന്നെങ്കിൽ -1 divided by 1 minus ഗാമ അല്ലേ? അപ്പൊ ഈ 1 divided by 1 minus ഗാമയിൽ ഒരു മൈനസ് കൂടിയും പുറത്തേക്ക് എടുക്കുക. അപ്പൊ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മിനിറ്റ്, ഇത് 1 മൈനസ് ഗാമ എന്തായിരിക്കും? ഗാമ -1 വരും. ആ ഇവിടുത്തെ മൈനസ് രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ പ്ലസ് വരും. അപ്പൊ അത് മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ P2 V2 മൈനസ് എന്ത് വരും? സോറി, P2 V2 മൈനസ് അല്ല, നേരെ തല തിരിച്ചു വരും. P1 V1 മൈനസ് എന്ത് വരും? P2 V2 എന്ന് വരും. P1 V1 മൈനസ് എന്ത് വരും? P2 V2 എന്ന് വരും അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? വർക്ക് ഡണ്ണിന്റെ ഒരു ഇക്വേഷൻ, അതായത് ലാസ്റ്റ് ഫോർമാറ്റിലുള്ള ഇക്വേഷൻ ഇതാണ്. നമുക്ക് ഒരു കാര്യം കൂടി അറിയാം. PV is equal to nRT ആണ്. ഒരു മിനിറ്റ്, PV is equal to nRT ആണ്. അപ്പൊ P1 V1 is equal to nRT1 എന്നും P2 V2 is equal to nRT2 എന്നും പറഞ്ഞെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റും. ഒരു മിനിറ്റ്, ഇപ്പൊ W is equal to 1 divided by ഗാമ -1. P1 V1 എന്ത് എഴുതുക? NR T1 മൈനസ് ഇവിടെ എന്താ? NR എന്തുണ്ട്? T2 ഉണ്ട് അല്ലേ? അപ്പൊ NR പുറത്തേക്ക് എടുക്കുക. W is equal to NR by എന്ത് വരുന്നുണ്ട്? ഗാമ -1 multiplied by T1 മൈനസ് എന്താണ്? T2 ആണ്. ഇത് വേറൊരു ഇക്വേഷൻ ആണ്. എന്തിന്റെ? അഡിയബാറ്റിക്കിന്റെ വേറൊരു ഇക്വേഷൻ ആണ്. ഒരു മിനിറ്റ്, ബാക്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ? One mole of adiabatic gas ചെയ്ത് നോക്കുക. 1 mole of, ഒരു മിനിറ്റ് കേട്ടോ, 1 mole of monoatomic gas ഒരു മിനിറ്റ് ടൈപ്പ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്, mono atomic perfect gas is adiabatically compressed to form an initial pressure. Is adiabatically compressed to form an compressed from an initial pressure. Compressed from an initial pressure. Compressed from an initial pressure of 1 atm to
ഫൈനൽ പ്രഷർ 150 atm. 150 atm. The initial temperature is 27 degrees Celsius. ഞാൻ T is equal to 27 എന്ന് എഴുതുന്നുള്ളൂ. And the initial temperature is 27 degrees Celsius. Calculate W. W ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും പറയൂ. കട്ടായിട്ടൊന്നുമില്ലോ. ഇല്ല, എല്ലാവരും എങ്ങനെ ചെയ്യാം? അവിടെ ഗാമയുടെ വാല്യൂ ഉണ്ട് കേട്ടോ. ഗാമ ഇസ് ഈക്വൽ ടു 5/3 ആണ്. ഗാമ ഇസ് ഈക്വൽ ടു 5/3 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാം. T is equal to 27 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 300 കെൽവിൻ. അത് ഞാൻ ചെയ്തുതരാം. വർക്ക് കാണണം. എങ്ങനെയാ ചെയ്യാ? എന്തൊക്കെ തന്നിട്ടുള്ളത്? ഗാമ ഇവിടെ ഈ 1 mole ഓഫ് ഇതിന്റെ ഗാമ ഇസ് ഈക്വൽ ടു എന്തുന്നുണ്ട്? ഗാമ ഇസ് ഈക്വൽ ടു 5/3 എന്ന് തന്നുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഗാമ ഇസ് ഈക്വൽ ടു 5/3 എന്ന് തന്നുന്നുണ്ട്. P1 തന്നുന്നുണ്ട്. P1 ഇനീഷ്യൽ പ്രഷർ P1 ഇസ് ഈക്വൽ ടു 1 atm. ഫൈനൽ പ്രഷർ P2 150 atm. ഇനി എങ്ങനെ ചെയ്യും? എന്താവും ഇക്വേഷൻ? എന്താവും? എന്തായിരിക്കും ഇക്വേഷൻ? നമ്മളിപ്പോ കണ്ട രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? W is equal to നമുക്ക് തന്നിട്ടുള്ള എത്രയാ? രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെ? അതാദ്യം ചോദിക്കട്ടെ. W is equal to 1/gamma minus 1 P1 V1 minus P2 V2 എന്നല്ലേ പറയണം. Adiabatically compressed form an initial pressure of 1 atm to final pressure of 150 atm എന്നേ പറയുള്ളൂ. കംപ്രസ് ചെയ്തതിന്റെ അളവ് പറയുന്നില്ല കേട്ടോ. അത് പറയുന്നില്ല. കംപ്രസ് ചെയ്തതിന്റെ അളവ് പറഞ്ഞിട്ടില്ല. അത് പ്രശ്നമുണ്ടേ. അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അവിടെ. ആ സംഭവം പറഞ്ഞിട്ടില്ലേ? ഇവിടേക്ക് എത്തിക്കണം. W is equal to NR by gamma minus 1 T1 മൈനസ് എന്താണ്?
T2 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തിക്കണം എന്നാ കിട്ടും. ഞാൻ ഒരു കാര്യം പറഞ്ഞത് അഡിയബാറ്റിക്കിന്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് വേറൊരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. P to the power gamma minus 1 divided by T to the power gamma is equal to a constant ആണ്. അതായത് V to the power gamma is equal to a constant ഇല്ലേ? ഇവിടെ വിക്ക് പകരം ഈ വിക്ക് ഉണ്ടല്ലോ, ഞാൻ അവിടെ എഴുതി കാണിച്ചത് V is equal to nRT by P ആണ് അല്ലേ? അപ്പൊ nRT by P എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കേട്ടോ, nRT by P എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ P multiplied by nRT by P whole to the power gamma എന്ന് വരും അല്ലേ? അപ്പോ അത് മൊത്തം വന്നിട്ടുണ്ട് എങ്കിൽ എന്ത് വരും? എങ്ങനെ വരും പറയൂ. PV is equal to nRT ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ കാണാൻ അത് പോയി, പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങളോടെ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാലും മതി. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, P to the power gamma minus 1 divided by T to the power gamma is equal to a constant. എങ്ങനെ ചെയ്യും പറയൂ. നമ്മള് ഇങ്ങനെ വിചാരിക്കുക, അതായത് ഇത് കംപ്രസ് ചെയ്യല്ലേ, കംപ്രസ് ചെയ്യുമ്പോ ഒരു മിനിറ്റ് കേട്ടോ, കംപ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ T1 രണ്ടാമത്തെ ടെമ്പറേച്ചറിനെ T2 വിചാരിക്കുക. P1 ഇപ്പൊ എന്ത് വരും? ആദ്യത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെ വരും? P1 to the power gamma minus 1 divided by T1 to the power gamma is equal to a constant എന്ന് വരും. അതുപോലെ തന്നെ P2 to the power gamma minus 1 divided by T2 to the power gamma is equal to a constant എന്ന് വരും. അപ്പോ ഈ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും എന്താണ്? നമുക്ക് K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ P1 divided by P1 to the power gamma minus 1 divided by T1 to the power gamma is equal to P2 to the power gamma minus 1 divided by T2 to the power gamma. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ P1 by P2 to the power gamma minus 1 is equal to T1 by T2 to the power എന്ത് വരും? ഗാമ എന്ന് വരും. അങ്ങനെ വരും അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് എന്താ തന്നിട്ടുള്ള? എന്താ P1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എക്സ്ട്രാ ആര് കിടക്കുന്നുണ്ട്? എക്സ്ട്രാ ഒരു ഗാമ കിടക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ആ ഗാമേനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ ഗാമേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താ വരിക? P1 divided by P2 whole to the power gamma minus 1 divided by എന്ത് വരും? ഗാമ, which is equal to T1 divided by എന്ത് വരും? T2 വരും അല്ലേ? വരുമല്ലോ? വരുമല്ലോ? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. ഇനി നമുക്ക് അതിലൊരു ആ ക്വസ്റ്റ്യൻ പോയോണ്ടാണ് ഞാൻ ഒന്നും കൂടി വായിക്കുന്നത്. അസ്യൂം ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ടു ബി 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അസ്യൂം ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോ T1 is equal to എന്ത് കൊടുക്കുക? 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ T1 is equal to 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ T2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ T2 by T1 is equal to എന്ത് വരും? P2 divided by P1 whole to the power gamma divided by gamma minus 1 വരും. അപ്പൊ T2 is equal to എന്ത് കിട്ടിയാൽ മതി? T1 multiplied by P2 by P1 to the power gamma divided by gamma minus 1. അതായത് ഒരു മിനിറ്റ്, T2 is equal to T1 multiplied by P2 by P1 to the power gamma divided by ഗാമ മൈനസ് 1. ഈ ഇക്വേഷൻ കാണാം. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. നമ്മൾക്ക് ആ സമയത്ത് ചെയ്യുമ്പോൾ അത്ര ഇതൊന്നും ഉണ്ടാവില്ല. അതായത് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് നമ്മൾ പഠിക്കുക.
എന്നിട്ട് ഇവിടുന്ന് T2 കണ്ടുപിടിക്കുക. T2 നിങ്ങൾക്ക് ഇവിടെ കെൽവിനിലേ കിട്ടുള്ളൂ. അപ്പൊ എന്ത് വരും? W is equal to എന്ത് വരും? NR by ഗാമ മൈനസ് 1 T2 മൈനസ് T1. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? ഇവിടെ കൊടുത്താൽ മതി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇതിന്റെ ഇത് ചെയ്തിട്ട് ഞാൻ തരാം, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഈ അവസാനത്തെ ഉത്തരത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് എയർ, ഇതിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വാണ്ടിറ്റി ഓഫ് എയർ gamma is equal to 1.4 at 27 degrees Celsius is compressed to sudden, it's is compressed suddenly to suddenly to 1/4 of its initial volume. ഇനീഷ്യൽ വോളിയത്തിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ദ ഫൈനൽ ടെമ്പറേച്ചർ. എങ്ങനെ ചെയ്യാ? കാൽക്കുലേറ്റ് ദി ഫൈനൽ ടെമ്പറേച്ചർ, വേഗം പറഞ്ഞോളൂ. എങ്ങനെ നമ്മൾ വേണം? Quantity of air gamma is equal to 1.4 at 27 degrees Celsius. എങ്ങനെ കാണാം? എങ്ങനെ കാണാ പറയൂ. എങ്ങനെ കാണാ? നമ്മൾ ഇത്രയും ചെയ്തില്ലേ? എങ്ങനെ കാണാ പറയോ? രണ്ട് മിനിറ്റ് കൂടി തരാം, ഒന്ന് ആലോചിച്ച് നോക്കുക. ക്വാണ്ടിറ്റി ഓഫ് എയർ ഗാമ ഇസ് ഈക്വൽ ടു 1.4 at 27 degrees Celsius is compressed to എങ്ങനെ കാണാ പറയൂ. ഈ
ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഇല്ലേ, ഒരു ക്ലൂ പറയാം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഇല്ലേ, ടി വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. അവിടുന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടും. അതായത് ഞാൻ ഒരു ഇത് ഇവിടെ എഴുതാം, ഒരു മിനിറ്റ്. പി വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ a quantity of air gamma is equal to 1.5 is compressed to 1/4 of its initial volume. Initial volume V ആണ്, V1 is equal to V ആണ് എങ്കിൽ ഫൈനൽ വോളിയം എത്രയാ? ഫൈനൽ വോളിയം V2 is equal to V/4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാ ചെയ്യാം? എങ്ങനെ കാണാൻ പറയൂ? നമുക്കറിയാം ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാ? നമ്മൾ നേരത്തെ ഉപയോഗിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ടി എന്തായിരുന്നു അത്? പി ടു ദ പവർ ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ സ്റ്റേറ്റിന് എഴുതി. രണ്ടാമത്തെ സ്റ്റേറ്റിന് എഴുതി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഇക്വേഷനിൽ അതേ ലോജിക്കലി ചെയ്യാൻ പറ്റുമോ? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉപയോഗിച്ച് അതേപോലെ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ കാണാൻ ശ്രീ? ആരെങ്കിലും പറയൂ? ഞാൻ ആദ്യം എഴുതുന്നു P1 V1 to the power gamma is equal to a constant. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് P2 V2 to the power gamma is equal to a constant. എന്തെങ്കിലും വഴിയുണ്ടോ? ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ തൽക്കാലത്തിന് P1 is equal to 1 ATM എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ P1 V1 to the power gamma ഇതും തന്നെ നമുക്ക് എഴുതാൻ പറ്റും. P1 V1 to the power gamma is equal to P2 V2 to the power എന്ത് എഴുതാൻ പറ്റും? ഗാമ എന്ന് എഴുതാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ P1 is equal to 1 ATM എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? V1 to the power gamma is equal to P2 V2 to the power എന്ത് വരും? ഗാമ എന്ന് വരും. ഇനി എന്താ എഴുതേണ്ടത്? P2 കാണാൻ എന്താ എഴുതേണ്ടത്? P2 is equal to V1 divided by V2 to the power എന്ത് വരും? ഗാമ വരും. P2 is equal to V1 divided by എന്ത് വരും? V2 എന്താ വരിക? V2 is equal to V1 divided by 4 whole to the power gamma. ഇതൊക്കെ വെട്ടിപ്പോവും. ഒരു മിനിറ്റ്. So P2 is equal to P2 is equal to 1 divided by 4 whole to the power gamma. So P2 is equal to 4/1 whole to the power എന്ത് വരും? ഗാമ വരും. P2 is equal to 4/1 ഗാമയ്ക്ക് എത്ര വന്നത്? 1.4. അപ്പൊ ഇനി എന്താ കാണാൻ പറ്റുക? ഇവിടുന്ന് എന്താ കാണാൻ പറ്റുക? അവിടുന്ന് ആരെ കണ്ടുപിടിക്കുക? P2 കണ്ടുപിടിക്കുക. P2 കണ്ടുപിടിച്ച് P2 വാല്യൂ എത്രയാ പറഞ്ഞുതരും?
പറയൂ, P2 വാല്യൂ എത്രയാ? കിട്ടിയോ? P2 വാല്യൂ കിട്ടിയോ? P2 is equal to 6.964 ATM. ATM-ലായിട്ടത് വരിക. മറ്റോടത്ത് നമ്മൾ 1 ATM കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? നമ്മളോട് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി അറിയണം. പി വി ടു ദ പവർ ഗാമ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ പി ഇസ് ഈക്വൽ ടു NRT ബൈ വി എന്ന് എഴുതുക. അതായത് ഇവിടെ പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. N R T ഡിവൈഡഡ് ബൈ വി എഴുതുക. ഈ N1 ആണ്, R ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അതിനെ പറ്റി വലിയൊരു ബോധറേഷന്റെ ആവശ്യമില്ല. അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈഡ് ബൈ വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടി വി ടു ദ പവർ ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? കോൺസ്റ്റന്റ് വരും ഇല്ലേ? ഇത് വേറൊരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് കാണാണ്ട് പഠിക്കണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എന്താ? T1 V to the power gamma minus 1, V1 to the power gamma minus 1 is equal to T2 V2 to the power gamma minus 1. നമുക്ക് V1-ന്റെയും V2-ന്റെയും വാല്യൂ അറിയാം. ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. T2 is equal to T1 എന്ത് വരും? V1 by V2 whole to the power gamma minus 1 എന്ന് വരും അല്ലേ? T2 കിട്ടിയില്ലേ? ഇന്ന് T2 കണ്ടുപിടിക്കും. ശുഭപര്യവസായിയായ ഒരു ജീവിതത്തിന്റെ ഒരേട്, ജീവിതത്തിന്റെ ആസ്വാദ്യകരമായ ഒരു ഏട് ഇന്നിവിടെ തീരുകയാണ്. അത് മതി. ശുഭപര്യവസായിയായ ഞാനേ മലയാളം വായിക്കാത്തോണ്ടിക്ക് പറയാൻ പറ്റില്ല. ശുഭപര്യവസായിയായ ഒരു ശുഭപര്യവസായിയായ ജീവിതത്തിലെ ആസ്വാദ്യകരമായിരുന്ന ഒരു ഏട് എന്നിവിടെ തീരുകയാണ്. അത് മതി. ചിലവഴിച്ച ഓരോ നിമിഷവും ഒരുപാട് നല്ല എങ്ങനെയല്ലേ എഴുതുക? ചിലവഴിച്ച മതി. ചിലവഴിച്ച ഓരോ നിമിഷവും ഒരുപാട് നല്ല ഓർമ്മകളും കൂടെയുണ്ട്. അതിലേറെ എന്നിട്ടൊരു കോമഡി, അതിലേറെ സൗഹൃദം. ക്ലാസ്സിന്റെ ഉള്ളിൽ ഞാൻ വിളിക്കാം. കിട്ടിയോ? എത്രയാ? T2 വാല്യൂ എത്രയാ? 522. ഇത് കെൽവിനിലല്ലേ വരുന്നത്? ഈ വാല്യൂ കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെപ്പ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല തോന്നുന്നു. നമുക്കിന്ന് അടുത്ത പരിപാടി വേഗം നോക്കുക. നമുക്ക് ഇനി അടുത്ത് വർക്ക് ഡൺ അഡിയബാറ്റ് ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പിയും വിയും ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ വരുള്ളൂ. ഈ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ W is equal to എന്താണ്? ഇന്റഗ്രൽ പി ഡി വി ആണ് അല്ലേ? W is equal to ഇന്റഗ്രൽ പി ഡി വി ആണ്. നമുക്ക് പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
പിനെ പുറത്തേക്ക് എടുക്കാനേ പറ്റുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യുക. പി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 ടു എന്താണ് V2 ആണെന്ന് വിചാരിക്കുക. പി മൾട്ടിപ്ലൈഡ് ബൈ V2 മൈനസ് എന്ത് വരും V1 വരും. അപ്പൊ പി V2 മൈനസ് എന്ത് വരും പി V1. ഇതാണ് എന്ത് ഐസോബാറിക്കിലെ വർക്ക് ഡൺ. ഇവിടുന്ന് തന്നെ പ്രോബ്ലംസ് ഒന്നും വരാറില്ല. ഇനി ഐസോബാറിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാളുള്ളത്? ഐസോബാറിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാളുള്ളത്? ഐസോ കോറിക് ആണ്. ഐസോകോറിക്കിൽ എന്താ വോളിയം V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് അല്ലെ. വോളിയം V കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി ആണ്. ഇന്റഗ്രൽ പി ഡി വിയിൽ ഡി വി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എന്താണ്? ദ ടോട്ടൽ വർക്ക് ഡൺ ഇസ് 0. അപ്പൊ അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ 0 ആകുമ്പോൾ എന്താണ്? അത് ഒരു ഐസോകോറിക് പ്രോസസ് ആണ്. ഇനി ഒരു സൈക്ലിക് പ്രോസസ് എന്താവുക? സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദി cyclic process എന്ന് പറഞ്ഞെങ്കിൽ initial and final states are the same. Initial and final states are same. ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റ്സും സെയിം ആവുന്നതാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. സൈക്ലിക് പ്രോസസ്സിൽ ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണ് എങ്കിൽ സൈക്ലിക് പ്രോസസ്സിന്റെ എങ്ങനെ വരിക? സൈക്ലിക് പ്രോസസ്സിന്റെ ഒരു പി വി ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വേണമെങ്കിൽ അവസാനിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും ആവാം. ഇതിൽ ഏതായി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇറ്റ് മസ്റ്റ് ബി എ ക്ലോസ്ഡ് പാത്ത് എന്നാ പറയണം. അതിനെ എന്താ പറയണം? അതിനൊരു ക്ലോസ്ഡ് പാത്ത് എന്നാണ് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഫസ്റ്റ് ലോ നമുക്ക് ഓൾറെഡി അറിയാവുന്നതെന്ന് ചോദിക്കാണ്. സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ടാവുമോ? സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ടാവുമോ? എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയണത്? എന്താ ഫസ്റ്റ് ലോ പറയണത്? എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയണത്? ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ഇല്ലേ? കൊടുത്ത ഹീറ്റ് ഇന്റേണൽ എനർജിക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും ഉപയോഗിക്കണം. അപ്പൊ അതിൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പൊ ഒരു ഇനീഷ്യൽ ടു ഫൈനൽ സ്റ്റേറ്റിലേക്ക് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരണേ. ഇതിൽ ചേഞ്ച് അല്ലെങ്കിൽ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവുമോ ഇല്ലയോ സൈക്ലിക് പ്രോസസ്സിൽ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരണേ. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് സ്ലോപ്പ് ഓഫ് എൻ ഐസോതെർമൽ പറയാനുള്ളത്. സ്ലോപ്പ് ഓഫ് ഐസോതെർമലിന്റെ സ്ലോപ്പാ പറയാനുള്ളത്. അപ്പൊ ഐസോതെർമലിന്റെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? നമ്മളുടെ പി വി ഡയഗ്രാം എടുക്കുക. ആ പി വി ഡയഗ്രാമിൽ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ പി ആണ്, ഇവിടെ വി ആണുള്ളത്. അപ്പൊ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ കാൽക്കുലേറ്റിംഗ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. അതായത് ചേഞ്ച് ഇൻ പി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ വി ആണ്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഡി പി ബൈ ഡി വി ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഡി പി ബൈ ഡി വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എഴുതുക. അതായത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതുക. അപ്പൊ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പി ഡി വി സി പി വി ഇസ് ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഡി ഓഫ് പി വി ഇസ് ഈക്വൽ ടു എന്ത് വരും? എ കോൺസ്റ്റന്റ് എന്ന് വരും. ഇപ്പൊ ഡി ഓഫ് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞെങ്കിൽ പി ഡി വി പ്ലസ് എന്ത് വരും? വി ഡി പി ഇസ് ഈക്വൽ ടു എന്ത് വരും? എ കോൺസ്റ്റന്റ് എന്ന് വരും അല്ലെ. പി ഡി വി പ്ലസ് വി ഡി പി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഡിഫറൻഷ്യൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഭാഗം പോയി അവിടെ 0 ആണ്. പി ഡി വി പ്ലസ് വി ഡി പി ഇസ് ഈക്വൽ ടു എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പൊ ഇനി നമ്മൾ എങ്ങനെ മാറ്റി എഴുതുക? ഞാൻ പറഞ്ഞു നമുക്ക് ഡി പി ബൈ ഡി വി ആണ് കാണേണ്ടത്. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്ത് വരും? പി ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് വി ഡി പി എന്ന് വരും. അപ്പൊ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു എന്ത് വരും? മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് പി ബൈ വി എന്ന് വരും. ഡി പി ബൈ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് പി ബൈ വി എന്ന് വരും അല്ലേ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഹലോ. ശരി. ഇനി അടുത്ത് നമ്മള് അഡിയബാറ്റിക്കിന്റെ സ്ലോപ്പാണ് കാണാൻ പോണം. അഡിയബാറ്റിക്
സ്ലോപ്പ്. അഡിയബാറ്റിക്കിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. എന്ത് ചെയ്യുക? സെയിം പരിപാടി തന്നെ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഡി ഓഫ് പി വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു എന്താ വരിക? എ കോൺസ്റ്റന്റ് എന്നാ വരിക. അപ്പൊ അത് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വരിക? ആദ്യം പിനെ മാറ്റിയിട്ട് വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിനെ ഡി ഓഫ് വി ടു ദ പവർ ഗാമ ചെയ്യുക. അപ്പൊ ഡി ഓഫ് വി ടു ദ പവർ ഗാമ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു മിനിറ്റ്, ഡി ഓഫ് വി ടു ദ പവർ ഗാമ ചെയ്യുമ്പോൾ ഗാമ വി ടു ദ പവർ ഗാമ വി ടു ദ പവർ ഗാമ മൈനസ് 1, ഒരു മിനിറ്റ്, ഗാമ വി ടു ദ പവർ, ഒരു മിനിറ്റ് റബ്ബർ കിട്ടുന്നില്ല, ഗാമ വി ടു ദ പവർ ഗാമ മൈനസ് 1 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? ഡി വി വരും അല്ലേ? ഇപ്പൊ പി ഗാമ വി ടു ദ പവർ ഗാമ മൈനസ് 1 ഡി വി പ്ലസ് എന്ത് വരും? ഇനി രണ്ടാമത്തെ ഫസ്റ്റത്തെ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി പി വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു 0. എന്തേ കാണേണ്ട ആവശ്യമുള്ളൂ? ഡി പി ബൈ ഡി വി കാണണ്ടോ? പി വി ഗാമ വി ടു ദ പവർ ഗാമ മൈനസ് 1 ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് എന്ത് വരും? ഡി പി വി ടു ദ പവർ ഗാമ എന്ന് വരും. അപ്പൊ എന്താ കാണേണ്ട ആവശ്യമുള്ളൂ? ഡി പി ബൈ ഡി വി. അപ്പൊ ഡി വിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, വി ഗാമേനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ പി ഗാമ വി ടു ദ പവർ ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ വി ടു ദ പവർ ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ ഡി വി എന്നുണ്ട്. അപ്പൊ ഇനി എന്താ വഴിയുള്ളൂ? ഇവിടെ ആരെങ്കിലും നമുക്ക് കളയാൻ പറ്റുമോ? ആരെങ്കിലും കളയാൻ പറ്റുമോ ചോദിക്കുക. ഈ വി ടു ദ പവർ, ഒരു മിനിറ്റ് കേട്ടോ, ഈ ഭാഗം ഒന്ന് വാങ്ങിക്കട്ടെ, താഴത്ത് എഴുതാൻ പറ്റുന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോ നമുക്കറിയാം പി ഗാമ വി ടു ദ പവർ ഗാമ മൈനസ് 1 വി ടു ദ പവർ, ഒരു മിനിറ്റ്, വി ടു ദ പവർ ഗാമ മൈനസ് 1 വി ടു ദ പവർ ഗാമ മൈനസ് 1. ഈ വി ടു ദ പവർ ഗാമ പോകേണ്ട വി ടു ദ പവർ മൈനസ് ഗാമ വരും. വി ടു ദ പവർ മൈനസ് ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ ഡി വി വരും. അപ്പൊ പി ഗാമ എന്ത് വരും? ഒരു വി ടു ദ പവർ മൈനസ് 1 വരും. അപ്പൊ ഗാമ പി ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ ഡി വി വരും. അല്ലെങ്കിൽ ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഗാമ പി വി. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വിചാരിക്കുമോ, ഐസോതെർമലിലും അഡിയബാറ്റിക്കിലും സ്ലോപ്പിന്റെ തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഐസോതെർമലില് ഡി പി ബൈ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് പി വി ആണ് എങ്കിൽ അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അഡിയബാറ്റിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗാമയും കൂടി ഉണ്ടാവും. ഗാമ എന്ന് പറയുന്ന ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? ഹലോ 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 അപ്പോ നാളേക്ക് വരുമ്പോ നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇന്ന് നിർത്തിയോടുന്ന് അവിടുന്ന് അങ്ങോട്ട് ലാസ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചിട്ട് വരിക. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ശരി. അത് മതി. എഴുതിണ്ടാക്കി വേഗം ഉച്ചയ്ക്ക് മുന്നേ.